ശമ്പള കരാറിൽ ഒപ്പിടാത്ത തൃശൂർ ജൂബിലി മിഷൻ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധ മാർച്ചുമായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്ന് മാർച്ച് തൃശൂർ കിഴക്കേക്കോട്ട വരെ ആണ് നടത്തുന്നത്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീ ശമ്പള വർധന ആവശ്യപ്പെട്ട് യുഎൻഎ നടത്തിയ പ്രതിഷേധമൊക്കെ സംസ്ഥാന വ്യാപക പ്രതിഷേധമൊക്കെ നേരത്തെ വാർത്തയിൽ ഇടം പിടിച്ചതാണ്. ആ സമയത്തൊക്കെ ഈ മാനേജ്മെന്റുമായി ഒരു ധാരണയിലെത്തി എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ പിന്നെ എന്താണ് ഈ കരാറിൽ ഒപ്പിടാതെ മാനേജ്മെന്റ് ഇപ്പോഴും പിടിവാശി പിടിക്കുകയാണോ? എന്താണ് അതിൽ യുഎൻഎയുടെ നിലപാട്? ജൂബിലി മാത്രമല്ല, അമല ആശുപത്രി, തൃശ്ശൂരിൽ 2 ആശുപത്രികളാണ് ഈ ശമ്പള കരാറിൽ ഒപ്പിടാത്തത്. അതാണ് വലിയ പ്രതിഷേധം. ഏതാണ്ട് 36ാമത്തെ ദിവസമാണ് ഇന്ന് ആ പ്രതിഷേധം നടക്കുന്നത്. 15ാമത്തെ ദിവസം ആയി അവർ ഉപവാസ സമരത്തിലുമാണ്. ഓരോ ദിവസം ഓരോരുത്തർ ഈ ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻപിൽ ആ സമരപ്പന്തലിലെത്തി ഉപവാസമിരിക്കും. ഏതാണ്ട് 460ഓളം വരുന്ന ജൂബിലി മിഷനിലെ നഴ്സുമാരാണ് ഈ ഒരു സമരത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുഎൻഎയുടെ നേതൃത്വത്തിൽ നിരവധി നഴ്സുമാർ, ഏതാണ്ട് 1000-ലധികം വരുന്ന നഴ്സുമാർ ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. മെയ് ദിനത്തിൽ ഒരു തൊഴിലാളി വഞ്ചനക്കെതിരായുള്ള ഒരു വലിയ പ്രതിഷേധം എന്നാണ് പറയുന്നത്. നമുക്ക് ഇവരുടെ നേതാക്കളുടെ പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടത്. നിങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോവുകയാണ്? തീർച്ചയായും നമ്മൾ ഈ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇവരെന്താണ് വഴങ്ങാത്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവർ യാതൊരു ചർച്ചയ്ക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. നമുക്ക് ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ശക്തിയായ സമരത്തിലേക്ക് തന്നെ. ഇനിയും ഇവർ ചർച്ചയ്ക്ക് വന്നില്ല എന്തായിരിക്കും നിലപാട്? ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പം ഞങ്ങള് 3-1 ആൾക്കാരെ പോലും വെക്കാതെയാണ് ഇപ്പൊ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഈ സമരം മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. സംസ്ഥാനത്തു നിന്നുള്ള വളരെ കുറവ് നഴ്സുമാർ മാത്രമേ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ജില്ലയിലുള്ള നഴ്സുമാരേ ഉള്ളൂ ഭൂരിഭാഗവും. ഇത് തുടർന്നും ഇതേപോലെ പോയി കഴിഞ്ഞാൽ മുഴുവൻ നഴ്സുമാരും എത്തി ജൂബിലിയുടെ പ്രവർത്തനത്തെ വരെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം. അതാണ് അവർക്ക് പറയാനുള്ളത്. ജൂബിലി അമല ആശുപത്രികൾക്കെതിരായ വലിയ പ്രതിഷേധം. ഇവിടെ നിന്ന് കിഴക്കേക്കോട്ടയിലേക്കാണ് ഈ പ്രതിഷേധം പോകുന്നത്. വലിയ പിന്തുണയുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നഴ്സുമാർ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ തൃശൂർ ജില്ലയിൽ നിന്നുള്ള മുഴുവൻ നഴ്സുമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് അതിലെ അവരുടെ ഒരു ശക്തി പ്രകടനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കാം. അത്ര കണ്ട് ജനപിന്തുണയോടുകൂടി അല്ലെങ്കിൽ ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് ഈ സമരം മുന്നേറുന്നത്. മെയ് ദിനത്തിൽ തന്നെ തൊഴിലാളി വിരുദ്ധക്കെതിരെ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം, അത് നഴ്സുമാരുടെ നേതൃത്വത്തിൽ മിനിമം ശമ്പളം അത്തരത്തിലുള്ള കരാറിൽ ഒപ്പിടാത്ത ഈ മാനേജ്മെന്റ്, ജൂബിലി മിഷൻ മാനേജ്മെന്റിനെതിരായ വലിയ പ്രതിഷേധമാണ് ഈ ഒരു ഘട്ടത്തിൽ യുഎൻഎ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സമരം ശക്തമാക്കും. ആ ഒരു നിലപാട് അവർ മുന്നോട്ട് വെക്കുന്നു. അടുത്ത ദിവസം മുതൽ ജൂബിലി മിഷൻ ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന സമരത്തിലേക്ക് വരെ പോകുമെന്ന മുന്നറിയിപ്പാണ് നഴ്സുമാർ നൽകുന്നത്. ശരി, ഒരു മെയ് ദിനത്തിലാണ് ഇത്തരത്തിൽ അവിടെ നഴ്സുമാരുടെ പ്രതിഷേധം എന്നുള്ളതാണ് നേരത്തെ ഉയർത്തിയ ആവശ്യം. അതിൽ നിന്നും മാനേജ്മെന്റ് പുറകോട്ട് പോകുന്നു. ആ ആവശ്യം അംഗീകരിക്കുന്നില്ല, കരാറിൽ ഒപ്പിടുന്നില്ല. ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് നഴ്സുമാരുടെ പ്രതിഷേധം എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.